ശബരിമല കൊള്ളക്കെതിരെ പ്രക്ഷോഭം ശക്തമാക്കാൻ കോൺഗ്രസ് ജനുവരി 20-ന് നിയമസഭാ മാർച്ച് നടത്താൻ തീരുമാനം. ശബരിമല വിഷയവും തൊഴിലുറപ്പ് ഭേദഗതിയും ഉയർത്തി ഈ മാസം തന്നെ തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം നടത്തും. രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതി പ്രക്ഷോഭം ജനുവരി 19-ന് കൊച്ചിയിൽ നടക്കും. ലിനറ്റ് വർഗീസ് അവിടെ നിന്ന് വയനാട്ടിൽ നിന്ന് ചേർന്നു. ലിനറ്റ്, ഇനി അങ്ങോട്ട് സമരദിനങ്ങളായിരിക്കും കോൺഗ്രസിന്, UDF-ന് എന്ന കാര്യം ഉറപ്പാണ് അല്ലേ? തീർച്ചയായും സനീഷ്, വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസ്. നിയമസഭാ ഇലക്ഷനോടനുബന്ധിച്ചാണ് ഇത്തരത്തിൽ പ്രക്ഷോഭ പരിപാടികൾക്ക് തയ്യാറെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു മീറ്റിൽ വെച്ചാണ് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും പങ്കെടുത്ത ചർച്ചയിൽ നിന്നാണ് ഇത്തരത്തിലൊരു പരിപാടിക്ക് രൂപകൽപ്പന നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ശബരിമല സ്വർണ്ണക്കൊള്ളയും അതോടൊപ്പം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രക്ഷോഭത്തിനാണ് കോൺഗ്രസ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് ജനുവരി 20-ാം തീയതി നിയമസഭാ മാർച്ചാണ് UDF-ന്റെ നേതൃത്വത്തിൽ നടത്തുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലെ പ്രക്ഷോഭം ജനുവരി 19-ന് കൊച്ചിയിൽ വെച്ച് നടത്തുമെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഈ ഒരു ചർച്ചയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുമായി മുന്നോട്ട് വരാൻ കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. പ്രത്യേകിച്ച് ഈ രണ്ട് വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നിയമസഭാ ഇലക്ഷൻ പിടിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. അതിനാൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു പരിപാടിയായി തന്നെ എല്ലാ കോൺഗ്രസ് നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയായിരിക്കും 20-ാം തീയതിയും അതോടൊപ്പം തന്നെ ജനുവരി 19-നുമായി നടത്തുന്നത്. പ്രത്യേകിച്ച് ജനുവരി 19-ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന പ്രക്ഷോഭത്തിൽ രാഹുൽ ഗാന്ധിയും പങ്കെടുക്കുന്നു എന്നത് വലിയ രീതിയിൽ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. എന്നിരുന്നാലും കോൺഗ്രസിനെ സംബന്ധിച്ചോളം പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി തുടങ്ങുകയാണ്. അതും പ്രത്യേകിച്ച് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളെ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടികൾക്കാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. സനീഷ്, ശരി, നന്ദി ലിനറ്റ് ആ വിവരങ്ങൾക്ക്.